ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് 12ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ ക്ലീൻ ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. 12 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ 25 കോടി 10 ലക്ഷം രൂപ ഇതിനോടകം കടന്നിരിക്കുന്നു. കേരളത്തിൽ നിന്ന് മികച്ച കളക്ഷനാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡാണ്. ഓവർസീസിൽ കേരളത്തിനേക്കാൾ കൂടുതൽ കളക്ഷനാണ്. ചാനൽ അതിനിടയിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കേരള കളക്ഷൻ 11 ദിവസങ്ങൾ കഴിയുമ്പോൾ സിനിമയ്ക്ക് വരുന്നത് 10 കോടി 80 ലക്ഷം രൂപയോളമാണ്. 11ാം ദിവസം സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. ഏകദേശം 500ഓളം ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ സിനിമയ്ക്ക് ലഭ്യമായത് 31 ലക്ഷം രൂപയോളമായിരുന്നു. അതായത് 50 ലക്ഷം രൂപയോളമായിരുന്നു ഇന്നലത്തെ കളക്ഷനായി വന്നത്. ഇതിനോടകം തന്നെ കേരളത്തിൽ മികച്ച ഒരു റെസ്പോൺസാണ്. 11 ദിവസമേ സിനിമ ആയുള്ളൂ എന്നുള്ളതാണ്. ഹേറ്റേഴ്സ് പല പ്രാവശ്യം സിനിമ പൊട്ടി എന്ന് പറയുമ്പോൾ സിനിമ ഓടി 10 ദിവസമേ ആകുന്നു എന്നുള്ളത് അവർ മറന്നുപോയിരിക്കുന്നു. അവർക്ക് വേണ്ടത് പരാജയമാണെങ്കിൽ അത് നൽകില്ല എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനിയുടെ പ്രത്യേകതയും. ഇറങ്ങിയ എല്ലാ സിനിമകളും ഹിറ്റായിരിക്കുന്ന വമ്പൻ കമ്പനിയായി മാറുന്നു മമ്മൂട്ടി കമ്പനി. കേരളത്തിൽ നിന്ന് 10 കോടിക്ക് മുകളിലെത്തി 11 കോടിയിലേക്ക് ടച്ച് ചെയ്യാൻ പോകുമ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മികച്ച രീതിയിലാണ് സിനിമയുടെ കളക്ഷൻ പോകുന്നത്. 1 കോടി 96 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് 11 ദിവസം കൊണ്ട് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഓവർസീസിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 11 കോടിക്ക് മുകളിലാണ് എന്നുള്ളതും. അങ്ങനെ സിനിമ 25 കോടി 10 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡൊമിനിക്കിൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ തന്നെയാണ്. സിനിമ വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം സിനിമ 45-50 കോടിയിലേക്ക് കടക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു ആവറേജ് സിനിമ വന്നു, പക്ഷേ മികച്ച പെർഫോമൻസ് ആണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയത്. സാധാരണക്കാരെ തിയേറ്ററിലേക്ക് വിളിച്ച് കയറ്റുന്ന സിനിമ എന്നുള്ളതും മമ്മൂട്ടിയുടെ ഈസിനെസ്സോടുള്ള അഭിനയവും ഗോകുൽ സുരേഷിൻ്റെ ഗംഭീര പ്രകടനവും സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ മമ്മൂട്ടി കമ്പനി ഒട്ടും മാർക്കറ്റ് ചെയ്തില്ല. എന്നിട്ട് പോലും പരാജയമാകുമെന്ന് പലപ്പോഴും ഹേറ്റേഴ്സ് പ്രതീക്ഷിച്ചു. എന്തിന് ആരാധകർ പോലും ഭയന്നിരുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ ക്ലീൻ ഹിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് എത്തുമോ എന്നുള്ള നോട്ടമാണ്. അതായത് വരുന്ന ഒരു 20 ദിവസത്തോളം സിനിമയ്ക്ക് ഇനിയും ലോങ് റൺ ആണ് കിടക്കുന്നത്. ആ ലോങ് റണ്ണിൽ സിനിമ ഒരു 30 കോടിക്ക് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സിനിമ സൂപ്പർ ഹിറ്റിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. എന്താണേലും മമ്മൂട്ടി കമ്പനി തൊടുന്നതെല്ലാം പൊന്നാവുകയാണ്. വീണ്ടും ഒരു ഹിറ്റിലേക്ക് കിടക്കുന്നു. അത് സൂപ്പർ ഹിറ്റിലേക്ക് മാറുമെന്നുള്ള പ്രതീക്ഷയാണ്. കേരളത്തിൽ നിന്ന് ഫൈനലായി പ്രതീക്ഷിക്കുന്നത് ഒരു 18 കോടിക്ക് മുകളിലും ഓവർസീസിൽ നിന്ന് 20 കോടിയുമാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം 3 കോടിക്ക് മുകളിലുമാണ്. എന്തായാലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമ ഇന്ന് കണ്ടത് അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിങ്ങൾക്ക് ഒന്ന് കമൻസിലൂടെ പറയാം. ഇനി കാണാൻ പ്ലാൻ ചെയ്യുന്നവരും അതിലൂടെ ഒന്ന് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.